ഊരായണം. ഉല്ലാസയാത്ര എന്നൊക്കെ പറഞ്ഞ അത് കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാരുടെ യാത്ര. എത്ര വിവാദം ഉണ്ടായിട്ടും എന്ത് ഗഡ്സിലാണ് അവര് മൂന്നാറിൽ തന്നെ തുടർന്നത്. ഒന്നാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. രണ്ടാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. 10-17 പേര് ഒന്നിച്ച് ലീവ് എടുത്ത് യാത്ര പോയി. അടിച്ചു പൊളിച്ച് വൈബാക്കി ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. സാധാരണക്കാർ ഇത്രയും ബുദ്ധിമുട്ടിച്ചിട്ട് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഡെപ്യൂട്ടി തഹസിൽദാർ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതാണ് അടുത്ത ഹൈലൈറ്റ്. എന്താണ് ആ ചാറ്റിലുള്ളത്? ഇതാ നോക്കിയേ. സേവനം കിട്ടാതെ ഒരു 10 പേരെങ്കിലും തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ രാജിവെക്കാന്ന്. എനിക്ക് തകർച്ചയാൻ കാണാനാവുന്നു. ജീവനക്കാരൊന്നും ഇല്ല, കസേരൊന്നും ഇല്ല. കുറച്ച് അവിടെ ഇവിടെ 1-2 പേരേ ഉള്ളൂ. ഇവിടെ ഇന്നല്ല എല്ലാ ദിവസവും ഏത് ദിവസം വന്നാലും ഇവിടെ ആളില്ല. നമ്മളെ പോലുള്ള കുറെ ആളുകൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നതായിട്ട് കണ്ടു. നാട്ടുകാർ പറയുന്നത് തഹസിൽദാർ സാറ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെന്താ എഴുതിയിരിക്കുന്നത്? വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണ് കോന്നി. പിന്നെന്താ വാർത്ത പുറത്തു കണ്ടുവന്നുകൊണ്ട് 24 ഇനി മുതൽ ബഹിഷ്കരിക്കുകയാണെന്നല്ലേ? പിന്നെന്താ വിവരം ചോർന്നു കിട്ടിയത് ജീവനക്കാരുടെ ഇടയിൽ നിന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുരയിൽ പോയി പ്രശ്നം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹായ് ചേട്ടൻ നല്ല തമാശക്കാരനാണല്ലോ. 21-25 ആക്കാനും ചില ആളുകൾക്ക് ഹാഫ് ഡേ ലീവ് ആക്കി രക്ഷപ്പെടുത്താനും ചില ആളുകളെ ചില വില്ലേജ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചതായിട്ടും ഒക്കെ രേഖ ഉണ്ടാക്കാനൊക്കെ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആഹാ, ഇതിന്റെ ഇടയിൽ അങ്ങനെയും നടക്കുന്നുണ്ടോ? ഇതാ കണ്ടോ, ഈ ബസ്സിലിരിക്കുന്ന ആൾക്കാരില്ലേ, ശരിക്കും അവരവിടെ അല്ല ഇരിക്കുന്നത്. അവര് ശരിക്കുള്ള വേറെ വില്ലേജ് ഓഫീസിൽ വേറെ ഡ്യൂട്ടി എടുക്കുക. പിന്നെ കുറെ പേര് ജസ്റ്റ് ഒന്നൊരു ഹാഫ് ഡേ ലീവ് എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് വാർത്ത വളച്ചൊടിക്കരുത് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കല്ലേ. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കും പറഞ്ഞ് ആശ്വസിക്കല്ലേ. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട്ടും ഉദ്യോഗസ്ഥരുടെ കൂട്ടവധി. സബ് കളക്ടറുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി 33 ജീവനക്കാരിൽ 22 പേരാണ് അവധിയെടുത്തത്. കോതമംഗലം താലൂക്ക് ഓഫീസിൽ കൂട്ട അവധി. 71 ജീവനക്കാരിൽ 27 പേർ മാത്രമാണ് എത്തിയത്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ജീവനക്കാരുടെ കൂട്ടവധി. ഒരു ജോലി ഇട്ടിട്ട് വേണം ലീവ് എടുക്കാന്ന് പറയണത് മാത്രം ഓർമ്മ വരണേ. കേരളം വെള്ളാനകളുടെ സ്വന്തം നാടെന്ന് പറയിപ്പിക്കൂടെ. ഊരായണം.